എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ആൾക്കൂട്ട ആക്രമണ കൊലയിൽ നമ്മുടെ കേരളം ഞെട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവമൊന്നുമല്ല ആൾക്കൂട്ട മരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നത്. വാളയാറിൽ 2 ദളിത് പെൺകുട്ടികളെ പീഡിപ്പിച്ച് അവസാനം ആ പെൺകുഞ്ഞുങ്ങളെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ തൂക്കിക്കൊന്നപ്പോൾ നമ്മുടെ കേരളം ഞെട്ടിയിരുന്നു. തനി ആവർത്തനമായിരുന്നു വണ്ടിപ്പെരിയാറിൽ നടന്നത്. ഒരു പെൺകുട്ടിയെ മാസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ പീഡിപ്പിച്ചതിന് ശേഷം അവസാനം ആ പെൺകുട്ടിയെയും തൂക്കിക്കൊന്നു. അന്ന് നമ്മുടെ കേരളം ഞെട്ടിത്തെറിച്ചു നിന്നു. ഇനി അട്ടപ്പാടിയിലെ മധുവിനെ വിശപ്പിൻ്റെ പേരിലാണ് തല്ലിക്കൊന്നത്. ഒരു പറ്റം ആൾക്കാർ ചോദ്യം ചെയ്യുകയും വിചാരണ ചെയ്യുകയും ഒടുവിൽ തല്ലിയും കുത്തിയും മാന്തിയും ചവിട്ടിയും ഒക്കെ മധുവിനെ നിഷ്കരുണം വധിച്ചു. അന്നത്തെ ഞെട്ടലിന് കുറച്ച് തീവ്രത കൂടുതലുണ്ടായിരുന്നു. കാരണം ഇത്രയേറെ ഭയാനകമായ രീതിയിൽ മറ്റൊരു കൊലപാതകം ഒരു സാധു മനുഷ്യനെ കൊന്നതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞെട്ടലിൻ്റെ തീവ്രത കുറച്ച് കൂടുതലായിരുന്നു. ഇനി ഇതുമാത്രമാണ് ആൾക്കൂട്ട കൊലപാതകം അല്ല. മലപ്പുറത്ത് NIA ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിച്ച് ബീഹാറിൽ നിന്നും ഉപജീവന മാർഗം തേടി നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഒരു യുവാവിനെ താങ്കൾ NIA ആണോ എന്ന് ചോദിച്ചാണ് മലപ്പുറത്തെ കുറച്ച് മുസ്ലിം തീവ്രവാദികൾ പൈപ്പും ഇരുമ്പ് വടിയും ഒക്കെ എടുത്ത് തല്ലിക്കൊന്നത്. അന്നും പ്രബുദ്ധരായ മലയാളികളായ നമ്മൾ ഞെട്ടി. ഇതുകൊണ്ട് തീർന്നില്ല കേരളത്തിലെ ആൾക്കൂട്ട കൊലപാതകം. ദിവസങ്ങളോളം ആഴ്ചകളോളം പച്ചവെള്ളം കൊടുക്കാതെ, ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ, കോളേജ് ഹോസ്റ്റലിലും അതുപോലെ തന്നെ വരാന്തയിലും ഗ്രൗണ്ടിലുമൊക്കെ വലിച്ചിഴച്ച് മർദ്ദിച്ച് അഘോര പീഡനം നൽകി കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥ് എന്ന വെറ്റിനറി യുവാവ്, ആ വിദ്യാർത്ഥിയുടെ കൊലപാതകം നമ്മുടെ കേരളം കണ്ടതാണ്. നമ്മുടെ കേരളം കണ്ട് ഞെട്ടിയതാണ്, ഞെട്ടിത്തെരിച്ചു പോയതാണ്. അതുമാത്രമാണോ ആൾക്കൂട്ട കൊലപാതകം? അല്ല. 100 കണക്കിന് CPM പ്രവർത്തകർ വിചാരണ നൽകി വയലിലിട്ട് കൊലപ്പെടുത്തിയ ഷുക്കൂർ, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ജയകൃഷ്ണൻ എന്ന മാസ്റ്ററെ വെട്ടിക്കൊലപ്പെടുത്തി, TP ചന്ദ്രശേഖരൻ എന്ന RMP നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. ഇതൊക്കെ നമ്മുടെ പ്രബുദ്ധ മലയാളികൾക്കിടയിൽ നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇതിനൊക്കെ തന്നെയും നമ്മളെല്ലാവരും ഞെട്ടിപ്പകച്ചിട്ടുമുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത, ഈ കുറ്റകൃത്യങ്ങളൊക്കെ നടപ്പിലാക്കിയ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നമ്മുടെ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇവർക്കൊക്കെ നമ്മുടെ സമൂഹം മാതൃകയാക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന രീതിയിൽ ഒരു ശിക്ഷ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് രാംനാരായൺ എന്ന 31കാരന് ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ ബലിയാടാകേണ്ടി വരുമായിരുന്നില്ല. സത്യമല്ലേ? സത്യത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ഈസിയായിട്ട് പുറത്തു വരാണ്ട് പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നമുക്കൊന്നും സംഭവിക്കാനുള്ള എന്നുള്ള തെറ്റിദ്ധാരണയാണോ? എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു തെറ്റിനെയും ആരും ന്യായീകരിക്കാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇന്നലെ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയത് അതിദാരുണമായ സംഭവമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സംശയാസ്പദമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഭാഗത്തു കൂടി സംശയാസ്പദമായ രീതിയിൽ ഒരു യുവാവ് ചുറ്റിത്തിരിയുന്നു. ഇതിൽ സംശയം തോന്നിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടുത്തുള്ള യുവാക്കളെ വിവരമറിയിക്കുന്നു. ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന യുവാക്കൾ, അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ BJP, RSS, സംഘപരിവാർ വർഗീയവാദികൾ. സത്യത്തിൽ ഈ കൊലപ്പെടുത്തിയത് BJP RSS ബന്ധമുള്ളവരാണെന്നോ അല്ലെങ്കിൽ വർഗീയവാദികളാണെന്നോ മുഖ്യധാര മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിലെ ചില ഫേസ്ബുക്ക് പേജുകളും അതുപോലെ തന്നെ മീഡിയ 1 ചാനലും പിന്നെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ BJP RSS വർഗീയവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, എന്തായാലും ഇവർ ചോദ്യം ചെയ്യുന്നു. ഇവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, നീ ബംഗാളിയാണോ അല്ലെങ്കിൽ ബംഗ്ലാദേശുകാരനാണോ, മോഷ്ടാവാണ് എന്നൊക്കെയാണ്. അതെന്താ? ഇവൻ ബംഗ്ലാദേശി ആണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടവനാണോ? അതോ
ബംഗാളിയാണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടവനാണോ? ഒരു മോഷ്ടാവാണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടവനാണോ? കള്ളനാണെങ്കിലും ആക്രമിയാണെങ്കിലും കൊല്ലപ്പെടേണ്ടവനാണോ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ തെറ്റുകാരനാണെങ്കിൽ ഇവിടെ ശിക്ഷിക്കാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. അല്ലാതെ അവനെ ചോദ്യം ചെയ്യാനും കയ്യേറ്റം ചെയ്യാനും കൊലപ്പെടുത്താനും നിങ്ങളൊക്കെ ആരാണ്? ഇത്തരമുള്ള കുറ്റകൃത്യങ്ങൾ തനി ആവർത്തനം ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ്. ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട രാംനാരായണൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് കേൾക്കുമ്പോഴൊക്കെ ഭയം തോന്നുന്നു. ഏകദേശം 10,000-ഓളം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ഡോക്ടറാണ് രാംനാരായണൻ്റെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇത്രയധികം മർദ്ദനമേറ്റ മറ്റൊരു മൃതശരീരം താൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നാണ്. കാലിലെ ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർന്നിട്ടുണ്ട് രാംനാരായണൻ്റെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലുകളെല്ലാം തന്നെ തകർന്നു, നട്ടെല്ലു വളഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനേറ്റ മർദ്ദനങ്ങളെല്ലാം തന്നെ വടികൊണ്ടുള്ള അടിയായിരുന്നു. കൂടാതെ ഈ അക്രമകാരികൾ, ഈ ആൾക്കൂട്ട ആക്രമണം നടത്തിയ ക്രിമിനലുകൾ രാംനാരായണൻ മരണപ്പെട്ടതിന് ശേഷവും അടിച്ചു എന്നാണ് പറയുന്നത്, മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. എത്ര ഭയാനകമായ സംഭവമാണ്! ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റകൃത്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. തലച്ചോറിനേറ്റ ക്ഷതമാണത്രേ രാംനാരായണൻ്റെ മരണത്തിന് കാരണം. ആൾക്കൂട്ട ആക്രമണം നടത്തി കൊല ചെയ്തത് 5ഓളം പ്രതികളാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ പ്രതികളുണ്ട്, അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ അട്ടപ്പാളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, അനന്തൻ, വിപിൻ എന്നിവരാണ്. സത്യത്തിൽ ഇവരെയൊക്കെ ഒരു മനുഷ്യനെ പച്ചയായിട്ട് ഇങ്ങനെ തല്ലിക്കൊല്ലാൻ ഉണ്ടാക്കുന്ന ആ മാനസിക സ്ഥിതി എന്താണ് എന്നറിയാത്തത്. ഇതിൽ കാണുന്ന ആനന്ദം, ഇവർക്ക് കൈക്കൊള്ളുന്ന ആനന്ദം അല്ലെങ്കിൽ കിട്ടുന്ന ആനന്ദം എന്താണ്? ഇത്രയും ഭയാനകമായിട്ട്, പൈശാചികമായിട്ട് ഒരു യുവാവിനെ നിഷ്കരണം വധിച്ച് ഇവർക്ക് മാതൃകാപരമായിട്ട് തന്നെ സമൂഹത്തിന് ഒരു പാഠമായിരിക്കേണ്ടുന്ന രീതിയിൽ ഒരു ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. ഇവർക്ക് പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൻ്റെയോ ആനുകൂല്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല ശിക്ഷ കൊടുക്കുന്നത്. കാരണം ആ യുവാവ്, രാംനാരായണൻ എന്ന് പറഞ്ഞ ആ യുവാവ് അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്കാർ നമ്മുടെ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ യാതൊരു അർഹരുമല്ല. ഇവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇന്നലെ മുതൽ ഈ ആൾക്കൂട്ട കൊലപാതകം നടന്നത് മുതൽ ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില ഫേസ്ബുക്ക് പേജുകളും മീഡിയ വണ്ണുമൊക്കെ കുരിശിലേറ്റാൻ ശ്രമിക്കുന്നത് BJP, RSS, സംഘപരിവാർ സംഘടനകളെയാണ്. ഈ ഒരു ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് BJP-കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറുകാരനോ ആണെങ്കിൽ അവനെ സംരക്ഷിക്കാനോ അവന് വേണ്ടി വക്കാലത്ത് പറയാനോ ഒരു സംഘപരിവാറുകാരനോ ഒരു BJP-കാരനോ വരില്ല. ഈ ഒരു കുറ്റകൃത്യത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവർ തന്നെയായിരിക്കും BJP-കാരനായാലും സംഘപരിവാറുകാരനായാലും. അല്ലാതെ തെറ്റ് ചെയ്താൽ അത് നമ്മുടെ ആളാണ്, അതുകൊണ്ട് പോയിട്ട് അവരെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നാം നിൽക്കണം എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരനെയോ ഒരു BJP-കാരനെയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തെറ്റ് ചെയ്തത് ഇനി BJP-കാരനായാലും ശരി, RS-കാരനായാലും ശരി, സംഘപരിവാറുകാരനായാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ചൂടാപ്പികളോ ആണെങ്കിൽ ശരി, തെറ്റിന് തക്കതായ ശിക്ഷ കിട്ടണം. അതാണ് എല്ലാവരുടെ അഭിപ്രായം. കാരണം ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരല്ല. പിന്നെ ഹിന്ദിക്കാരെ മുഴുവനായും മല്ലൂസ് കാണുന്നത് ബംഗ്ലാദേശികളായോ അല്ലെങ്കിൽ ബംഗാളികളായോ ആണ്. അതിൽ തന്നെ നിരവധി ബംഗ്ലാദേശികൾ അനധികൃതമായി നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നിരന്തരം വാർത്തകളും ചർച്ചയും ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്താൽ ഒരു ബംഗ്ലാദേശിയോ അല്ലെങ്കിൽ ബംഗാളികളോ ആണെങ്കിൽ അത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ പൊതുസമൂഹം, അതായത് നമ്മുടെ കേരളത്തിലൊക്കെ ചർച്ചാ വിഷയമാകുന്നത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂഢചിന്തയായിരിക്കും ഈ കൊലപാതകത്തിന് കാരണമായത്. എന്തൊക്കെയായാലും ഇപ്പോൾ നടന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ 100% ലിറ്ററസി ആയിട്ടുള്ള നമ്മുടെ കേരളക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള
കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനലുകൾക്ക് ഇതിൽ ആരൊക്കെ പങ്കു ചേർന്നിട്ടുണ്ടോ, ആരൊക്കെ ഈ ആക്രമണത്തിന് കൂട്ടുനിന്നിട്ടുണ്ടോ, അവർക്കൊക്കെ തക്കതായ ശിക്ഷ ലഭിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കാതിരിക്കട്ടെ.